അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര തുടരുകയാണ്. അശോക റോഡ് വരെയാണ് വിലാപയാത്ര. 5 മണിയോടുകൂടി മൃതദേഹം ഡൽഹി എയിംസിന് കൈമാറും. ഈ വിലാപയാത്രയിൽ CPM-ലെ മുതിർന്ന നേതാക്കൾ സോണിയാഗാന്ധി, ശരത് പവാർ അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. AKG ഭവനിലെത്തി അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിം ഈ വിലാപയാത്രക്കൊപ്പം ഇപ്പോഴുണ്ട്. ഹാഷ്മി, ഒരുപക്ഷെ ജനിച്ചത് ആന്ധ്രയിലാണെങ്കിലും പിന്നീട് രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗം സീതാറാം യെച്ചൂരി ചെലവഴിച്ച ഡൽഹി നഗരം അതിപ്പോൾ ആ നേതാവിന് യാത്രാമൊഴി നൽകുകയാണ്. ഒരുപാട് നേതാക്കളൊപ്പം പ്രവർത്തകർ, പാർട്ടി പ്രവർത്തകർ എല്ലാം തന്നെ ഈ വിലാപയാത്രയിൽ ഇപ്പോൾ അണിചേരുന്നു. മുദ്രാവാക്യം വിളികളോടെ അന്ത്യാഭിവാദ്യം നൽകുകയാണ് പ്രിയ നേതാവിന് ആ നഗരം ഡൽഹി. ഇപ്പോൾ വിലാപയാത്ര എവിടെ എത്തിയിട്ടുണ്ട്? ആരൊക്കെ ഇപ്പോഴും അനുഗമിക്കുന്നുണ്ട് ഈ യാത്രയെ? പ്രജിൻ, ഇവിടെ കേട്ടൊരു മുദ്രാവാക്യം സിന്ദാഹേ ജിന്ദാഹേ സംഘർഷോമേ സിന്ദാഹേ എന്നൊരു മുദ്രാവാക്യമാണ് ഇപ്പോൾ കേട്ടത്. അതായത് കോമ്രേഡ് സീതാറാം യെച്ചൂരി ജീവിച്ചിരിക്കും, സമരങ്ങളുള്ള കാലത്തോളം ജീവിച്ചിരിക്കും എന്ന മുദ്രാവാക്യം കേൾക്കുകയായിരുന്നു. അങ്ങനെ സമരഭരിതമായ ഒരു ഭൂതകാലം പൂർത്തിയാക്കി സീതാറാം യെച്ചൂരി അദ്ദേഹം മടങ്ങുകയാണ്. അദ്ദേഹം സഖാക്കളുടെ മനസ്സിൽ, രാജ്യത്തിന്റെ മനസ്സിൽ, രാജ്യത്തിന്റെ ആകാശത്ത് ഒരു ഇടതുപക്ഷത്തിന്റെ ചുവന്ന നക്ഷത്രമായി ഉദിച്ചുയരാൻ പോകുന്നു അടുത്ത മണിക്കൂറുകളിൽ. വിലാപയാത്ര 14 അശോക റോഡിൽ കൂടി തന്നെയാണ്. അല്പസമയം കൂടി മുന്നോട്ടേക്ക് പോകുന്നു. അല്പസമയത്തിനകം ഈ വിലാപയാത്ര അവസാനിക്കുകയും എയിംസ്, പിന്നെ അവിടുന്ന് അങ്ങോട്ട് എയിംസിൽ നിന്നുള്ള ആംബുലൻസിൽ മാത്രമാകും ഉണ്ടാവുക. ഏറ്റവും അടുത്ത സഖാക്കൾ മാത്രമാകും പിന്നെ അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് അനുഗമിക്കുക. അത് വിലാപയാത്ര അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് എന്ന് തന്നെ കൃത്യമായി പറയാം. പ്രജിൻ, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പാർട്ടിയുടെ കേന്ദ്ര നേതാക്കൾ, PB നേതാക്കളൊക്കെയും ഈ വിലാപയാത്ര അനുഗമിക്കുന്നുണ്ട്. ആംബുലൻസിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സീമ ചിസ്തി അടക്കം, അദ്ദേഹത്തിന്റെ മകൾ അഖില യെച്ചൂരി, ഡാനിഷ് യെച്ചൂരി അടക്കമുള്ള അടുത്ത ബന്ധുക്കൾ, ബിജു കൃഷ്ണ അടക്കമുള്ളവർ ആംബുലൻസിനകത്തുണ്ട്. അതിനുശേഷം പുറത്ത് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും അങ്ങോട്ട് ഈ ആംബുലൻസിന് അനുഗമിക്കുകയാണ്. എയിംസിലേക്കുള്ള സമ്മതപത്രം കൈമാറൽ മാത്രമാണ് ഇനി അതിൽ ബാക്കിയുള്ള ഒരു പ്രൊസീജിയർ, ഒരു സങ്കടകരമായ പ്രൊസീജിയർ എന്ന് ഉറപ്പായും പറയാം. ഇവിടെ വി സല്യൂട്ട്, റെഡ് സല്യൂട്ട് കോമ്രേഡ് എന്ന് ഹൃദയം തകർന്ന് അല്ലെങ്കിൽ അങ്ങ് ഹൃദയത്തിന്റെ അകത്തുനിന്ന് മുദ്രാവാക്യം വിളിക്കും. 100 മുദ്രാവാക്യം വിളികൾ നമ്മൾ കേട്ടു. നൂറുകണക്കിന്, ആയിരക്കണക്കിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിയ മനുഷ്യരെ നമ്മൾ കണ്ടു. ഇങ്ങോട്ട് ആംബുലൻസ് ഇങ്ങോട്ടേക്ക് തിരിയുന്നു. എനിക്ക് തോന്നുന്നു വിലാപയാത്ര ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണെന്നാണ് തോന്നുന്നത്. ആംബുലൻസിനുള്ളിൽ നേരത്തെ പറഞ്ഞ സീമ ചിസ്തി, അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കമുള്ളവരുണ്ട്. എന്തായാലും ഒരു കാലഘട്ടം അവസാനിക്കുന്നു. പ്രജന ഉറപ്പായും പറയാം. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ ഇടതുപക്ഷത്തെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് വളരെ കരുത്തോടെ കൈപിടിച്ചുയർത്തി, ആശയ തലപ്പൊക്കത്തിൽ, ആശയാടിത്തറയിൽ കരുത്തോടെ നിർത്തിയ, അതിനെ പ്രസക്തമാക്കി നിർത്തിയ ഒരു നേതാവാണ്. ഇതിനുശേഷം സീതാറാമിന് ശേഷം പിന്നെ ആര് എന്ന ചോദ്യം ഒരു ചോദ്യമായി അവശേഷിക്കും. നമ്മൾ ആലങ്കാരികമായിട്ടല്ലാതെ പറയാറുണ്ട്, എന്താണ് തീർക്കാനാവാത്ത വിടവ്, അല്ലെങ്കിൽ അടയ്ക്കാനാവാത്ത വിടവ് തീർത്താൽ തീരാത്ത നഷ്ടം എന്ന് ആലങ്കാരികമായി പറയുന്നതല്ല. സീതാറാം യെച്ചൂരിയുടെ വിയോഗം അത് ഒരു റീപ്ലേസ് ചെയ്യാൻ കഴിയാത്ത വിയോഗമാണെന്ന് ഉറപ്പായും പറയാം. അത്രയും ഇച്ഛാശക്തിയിൽ, അത്രയും അറിവിന്റെ ഭാരത്തിൽ, അത്രയും എല്ലാ വിഷയങ്ങളെയും കുറിച്ചുള്ള സമഗ്രധാരണയിൽ, അത്രയും ആശയാടിത്തറയിൽ, അതേസമയം തന്നെ പ്രത്യയശാസ്ത്രം വളരെ നന്നായി സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ധാർഷ്ട്യമോ അതിൻ്റെ ഒരു കടുംപിടുത്തമോ കാണിക്കാത്ത, വലിപ്പച്ചെറുപ്പം നോക്കാതെ ആളുകളോട് എപ്പോഴും ചിരിച്ചു മാത്രം സംസാരിക്കുന്ന, ഏത് കൊടിയ സാഹചര്യങ്ങളും, ഏത് സങ്കീർണ സാഹചര്യങ്ങളെയും സമചിത്തതയോടെ, മനസ്സാന്നിധ്യത്തോടു കൂടി പാർലമെന്റിനകത്തും പുറത്തും നേരിടുന്ന ആ നേരിടൽ ഒരുപാട് രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് സഹായകരമായിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് സഹായകരമായിട്ടുള്ള ഒരു നേതാവിന് വിടവാങ്ങലാണ്, അല്ലെങ്കിൽ ഒരു വലിയ ആശയത്തിന് വിടവാങ്ങലാണ്. ആ ആശയത്തെ റീപ്ലേസ് ചെയ്യൽ അത് അപ്രായോഗികമാണ്, അത് നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പായും പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മുഹൂർത്തത്തിലാണ് രാജ്യമുള്ളത്. രാജ്യം അതിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന് ഇപ്പോൾ വിട നൽകുകയാണ്. നേരത്തെ AKG ഭവനിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരുന്നപ്പോൾ രാഷ്ട്രീയ പരിച്ഛേദം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. ജമ്മു കാശ്മീരിലെയും ബംഗാളിലെയും UP-യിലെയും പഞ്ചാബിലെയും അടക്കം ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഒരുപാട് കർഷകർ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. നേരത്തെ ഇവിടെ ഉയർന്ന മറ്റൊരു മുദ്രാവാക്യം ഹിന്ദുസ്ഥാൻ കോൻ ബനേഗ എന്നൊരു ചോദ്യരൂപത്തിൽ ഉയരുന്നു. അതിന് മറുപടി രാജ്യത്തെ കിസാൻ മസ്ദൂർ എന്നുള്ളതാണ് ആ മുദ്രാവാക്യത്തിന് അതിനുള്ള മറുപടി. ഈ രാജ്യം ആര് നിർമ്മിച്ചു? ഈ രാജ്യത്തെ കർഷകരും ഈ തൊഴിലാളികളും നിർമ്മിച്ചു എന്നതാണ് ആ മുദ്രാവാക്യം. സീതാറാം യെച്ചൂരിയുടെ വിലാപയാത്രയിൽ മുഴങ്ങുന്നതിന്റെ കാരണം
ആ കർഷകർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോധ്യമുണ്ടായ കാലം മുതൽ തന്നെ അടിയുറച്ചു നിലനിന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വിടവാങ്ങൽ സമയത്താണ് ആ മുദ്രാവാക്യം വളരെ ഹൃദയവായ്പോടുകൂടി, വളരെ വേദനയോടുകൂടി സഖാവ് സീതാറാമിൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ അദ്ദേഹത്തിന് വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതം ഏതാണ്ട് പൂർത്തിയാകുന്നു. 52 തുടങ്ങി 2024 വരെ നീണ്ട ജീവിതം. അതിനിടയിൽ ഉസ്മാനിയ കോളേജ്, തെലങ്കാന സമരം, അതിനുശേഷം സെന്റ് സ്റ്റീഫൻസ് കോളേജ്, അതിനുശേഷം JNU പഠനകാലം, അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി നിങ്ങളോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കണം എന്ന് കരുത്തോടെ പറയുന്ന 25-കാരൻ ഇന്ദിരാഗാന്ധിക്ക് ഇറങ്ങി വരേണ്ടി വരുന്ന അവസ്ഥ. ഒരു കൈകെട്ടി നിന്ന് സീതാറാം വായിക്കുന്ന കുറ്റപത്രം മുഴുവൻ വായിച്ചു കേൾക്കുന്ന ഇന്ദിരാഗാന്ധി, തൊട്ടു പിന്നാലെ വൈസ് ചാൻസലർ സ്ഥാനം ഒഴിയുന്ന ഇന്ദിരാഗാന്ധി, അങ്ങനെ ഇന്ദിരാഗാന്ധിയെ കുറിച്ചുള്ള സമാനതകളില്ലാത്തൊരു ചരിത്രം, ഓർമ്മകൾ നമ്മൾ ഏവർക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. അതിനുശേഷം JNU എന്നുള്ള ആ രാഷ്ട്രീയ ഭൂമിക, തിളച്ചുമറിഞ്ഞ രാഷ്ട്രീയ ഭൂമികയാണ് സീതാറാം യെച്ചൂരി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കാൽവെക്കുന്നത്. അതിനുശേഷം പിന്നീടുള്ള വർഷങ്ങളിൽ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് കുന്തമുനയായി, പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ ആശയവ്യക്തതയിൽ നിന്ന ഒരു നേതാവിനെ നമ്മൾ കണ്ടു. അത് സാമ്പത്തിക ശാസ്ത്രത്തിലാവട്ടെ, അത് ഫിലോസഫിയിലാകട്ടെ, അത് ചരിത്രത്തിലാവട്ടെ, ആഴത്തിൽ അവഗാഹത്തിൽ സംസാരിക്കുന്ന നേതാവിനെ നമ്മൾ കണ്ടു. ഇത്രയും ആഴത്തിൽ അഗാധതയിൽ സംസാരിക്കുമ്പോൾ പോലും കേട്ടിരിക്കുന്നവർക്ക് മുഷിഞ്ഞു പോകാതെ ചെറിയ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട്, എന്നാൽ വളരെ കാമ്പുള്ള ഗൗരവത്തിലുള്ള വർത്തമാനം വളരെ സിമ്പിളായി പറഞ്ഞ നേതാവിനെ നമ്മൾ കണ്ടു. കടുകട്ടി പ്രത്യയശാസ്ത്രം, മാർക്കും വായിച്ചാൽ മനസ്സിലാവാത്ത കടുകട്ടി പ്രത്യയശാസ്ത്രം പോലും ഏതൊരു സാധാരണക്കാരും മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ ലളിതമായി സുഗമമായി പറയുന്ന, എന്താണ്, പച്ചവെള്ളം പോലെ കേട്ടാൽ മനസ്സിലാവുന്നതിൽ പറയുന്ന ഒരു നേതാവിനെ നമ്മൾ കണ്ടു. അങ്ങനെ അതുകൊണ്ടാണ് സമാനതകളില്ലാത്ത ഒരു വിടവാങ്ങൽ, അല്ലെങ്കിൽ സമാനതകളില്ലാത്ത റീപ്ലേസ് ചെയ്യാൻ കഴിയാത്തൊരു നേതാവ് എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വിലാപയാത്ര ഇവിടെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു അശോക 14 അശോക റോഡിൽ ആ വിലാപയാത്ര അവസാനിക്കാൻ പോകുന്നു. ഇനി എയിംസിലേക്കുള്ള സമ്മതപത്രം കൈമാറലാണ് ഏറ്റവും പ്രധാനമായി നടക്കേണ്ടത്. സമ്മതപത്രം ഭാര്യ സീമ ചിസ്തി അടക്കമ്പോൾ തയ്യാറാക്കി കൈമാറലാണ് ഇനിയുള്ള ഏക പ്രൊസീജിയർ. അത് സീതാറാം യെച്ചൂരിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എയിംസിലെ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുക എന്നുള്ള കാര്യം. അദ്ദേഹത്തിന് ആഗ്രഹപ്രകാരം തന്നെ കാര്യങ്ങൾ നടക്കുന്നു. ഇവിടെ നൂറുകണക്കിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. सीताराम येचुरी को लाल सलाम, सीताराम येचुरी को लाल सलाम, we salute, red salute to comrade, we salute, red salute to comrade. അപ്പോൾ സഖാവ് സീതാറാം യെച്ചൂരിക്ക് അവസാനമായ അന്തിമാഭിവാദ്യങ്ങൾ, ചുവപ്പനഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന വിദ്യാർത്ഥികളെ, സഖാക്കളെ നമ്മൾ കാണുന്നു ഈ ദിവസം അത്രയും. ഇപ്പോൾ AKG ഭവനിലാവട്ടെ, വിലാപയാത്രയിൽ ഉടനീളമാകട്ടെ, ഹൃദയം തകർന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ മുന്നോട്ടുള്ള വിപ്ലവത്തിൻ്റെ പാതയിൽ, മുന്നോട്ടുള്ള പ്രതിപക്ഷ സമര പോരാട്ടങ്ങളുടെ പാതയിൽ സീതാറാം യെച്ചൂരി മുന്നോട്ടേക്ക് വെച്ച ആശയങ്ങൾക്ക് അപ്പോഴും പ്രസക്തിയുണ്ട്. ആ ആശയങ്ങൾ ഊന്നിയാകും ഇനി മുന്നോട്ടേക്കുള്ള പോക്ക്. ഉറപ്പായും ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ടെഴുതി വായിക്കുന്നത് പോലെ മുന്നോട്ടുള്ള പ്രതിപക്ഷ മുന്നേറ്റത്തിൽ സീതാറാം യെച്ചൂരിയുടെ വിടവ് രാജ്യം അറിയാൻ പോകുന്നു എന്നൊരു പ്രവചന സ്വഭാവത്തിലെ ഒരു ആർട്ടിക്കിൾ വായിക്കുന്നുണ്ടായിരുന്നു. അതുറപ്പായും അറിയും. കാര്യം ഈ പ്രതിപക്ഷ നിരയിൽ കൃത്യമായ ആശയവ്യക്തതയോടുകൂടി കോൺഗ്രസിനും CPM-നും ഇടയിൽ, അല്ലെങ്കിൽ കോൺഗ്രസിനും ഇതര പാർട്ടികൾക്കും ഇടയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് പാലം പോലെ വർത്തിച്ച ഒരു നേതാവ് കൂടിയാണ് സീതാറാം യെച്ചൂരി എന്ന് ഉറപ്പായും പറയാം. സോണിയാഗാന്ധി അവിടെ വന്ന് കണ്ടിരുന്നു. സോണിയാഗാന്ധി ദീർഘനാളുകൾക്ക് ശേഷം, സോണിയാഗാന്ധി രോഗബാധിതയാണ് നമുക്കറിയാം. ഏതാണ്ട് 9 മാസത്തിന് ശേഷം ഒരു പരിപാടിയിലേക്ക് വരുന്നതാണ് സോണിയാഗാന്ധിയും സീതാറാം യെച്ചൂരിയും തമ്മിലുള്ള ഒരു ഹൃദയയ്ക്ക് ബന്ധം അത്രത്തോളം ബന്ധമുണ്ടായിരുന്നു, അത്രത്തോളം സ്നേഹവായ്പ ബന്ധത്തിലുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന് ശ്വാസകോശത്തിന് അണുബാധ വന്ന് ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ എയിംസിൽ ഇന്ന ഡോക്ടറിനെ പോയി കാണിക്കണമെന്ന് സോണിയാഗാന്ധി പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ അമേരിക്കയിൽ ട്രീറ്റ്മെൻറ്റ് പോകണം എന്ന് പറഞ്ഞ കാര്യവും പോവാതിരുന്ന സീതാറാമിനോട് അല്ലെങ്കിൽ സീമയോട് വിളിച്ച് എന്തുകൊണ്ട് സീതാറാം പോകുന്നില്ല എന്ന് സോണിയാഗാന്ധി രോഷപ്പെട്ട കാര്യവും, സോണിയാഗാന്ധി പരിഭവപ്പെട്ട കാര്യമൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ കേൾക്കുന്നു. പക്ഷേ സീതാറാം യെച്ചൂരി എയിംസിലേക്കോ അമേരിക്കയിലേക്കോ പോയിരുന്നില്ല. അതിനെ സ്നേഹബുദ്ധിയെ തള്ളുകയായിരുന്നു സീതാറാം യെച്ചൂരി. എന്തായാലും ആ യുഗം അവസാനിക്കുന്നു. ആ യുഗം അവസാനിക്കുന്നു. പ്രതിപക്ഷ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും ആശയവ്യക്തയോടുകൂടി, ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ ഒരു നേതാവ് എന്ന
എന്നത് മാത്രമല്ല പ്രജിൻ സീതാറാം യെച്ചൂരിയുടെ പ്രത്യേകത. സീതാറാം യെച്ചൂരി എല്ലാ വ്യക്തിക്കും, ഓരോ വ്യക്തിക്കും, അദ്ദേഹത്തെ പരിചയപ്പെട്ട നേരിട്ട് കണ്ട ഓരോ വ്യക്തിക്കും സീതാറാം യെച്ചൂരിയുടെ വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ പോകുന്നു എന്നൊരു ഫീൽ ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. അത് വ്യക്തിപരമായി ഞാനടക്കം ഏതെങ്കിലും ഒരു കാലത്ത് ഡൽഹിയിൽ പ്രവർത്തിച്ച എല്ലാ മാധ്യമപ്രവർത്തകർക്കും സീതാറാം യെച്ചൂരിയെക്കുറിച്ച് അത്തരത്തിൽ പറയാൻ ഒരു ഓർമ്മയുണ്ടാകും. ഒരിക്കലെങ്കിലും സംസാരിച്ചവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഊഷ്മളത പങ്കുവെക്കൽ, അല്ലെങ്കിൽ ഒരു ചേർത്ത് പിടിച്ചു നിർത്തൽ, അങ്ങനെ അതിൻ്റെ ഒരു കാന്തിക ശക്തി സീതാറാം യെച്ചൂരിയുടെ വ്യക്തിത്വത്തിലുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിൽക്കുന്ന ഓരോ മാധ്യമപ്രവർത്തകർക്കും, ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കൾക്കൊക്കെ സീതാറാം യെച്ചൂരിയുമായി വ്യക്തി ടു വ്യക്തി പറയാൻ കഴിയുന്ന ഏറ്റവും വ്യക്തിപരമായ അനുഭവം എല്ലാവർക്കും ഓരോന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ആഴത്തിൽ സ്വാധീനിച്ച ഒരു നേതാവാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തവണ സീതാറാം യെച്ചൂരിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ ചരിത്രത്തിൽ നമ്മൾ കാണേണ്ടി വരും. ഏറ്റവും ഒടുവിലൊക്കെ ഈ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് അതിന് ഏറ്റവും കൂടുതൽ വലിയ പിന്തുണ ഉണ്ടായത് സീതാറാം യെച്ചൂരിയുടെ ഭാഗത്തു നിന്നായിരുന്നു. അന്ന് നമ്മൾ കണ്ടതാണ് മറ്റുള്ള നേതാക്കളെയൊക്കെ അണിനയിപ്പിച്ചു നിർത്തുന്ന സീതാറാം യെച്ചൂരി. VS തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന ഉറച്ച നിലപാടെടുക്കുന്ന സീതാറാം യെച്ചൂരി. പിന്നീട് 2016 പിണറായി മുഖ്യമന്ത്രിയാക്കിയപ്പോൾ VS-നെ അണിനയിപ്പിച്ചു നിർത്തുന്ന സീതാറാം യെച്ചൂരി നമ്മൾ കണ്ടു. അങ്ങനെ നേതാക്കൾക്കിടയിൽ കൃത്യമായ നിലപാട് പറയുകയും എന്നാൽ ആരെയും പിണക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു കൃത്യമായ പാഠവും അത് ഒരു നേതാവിനുണ്ടാവേണ്ടതാണ്. അത് ഉണ്ടായ ആളാണ് സീതാറാം യെച്ചൂരി. അങ്ങനെ ഒരു വലിയ വിടവുണ്ടാക്കിക്കൊണ്ടാണ് CPM-ൽ ഒരു വിടവുണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ പോക്ക്. അതും ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് എടുത്തു പറയേണ്ടതല്ലേ ഹാഷ്മി? ഉറപ്പായും പ്രജിൻ, അങ്ങനെ കേരളത്തിലും സീതാറാം യെച്ചൂരിയെ പ്രിയങ്കരനാകാൻ കാരണങ്ങൾ ഒരുപാടുണ്ട്. നമുക്കറിയാം VS പിണറായി ഒരാശയ ഏറ്റുമുട്ടലിൻ്റെ കാലം അവിടെയുണ്ട്. ആ കാലയളവിൽ യെച്ചൂരി പക്ഷം ചേർന്ന് നിന്നത് ഏത് പക്ഷത്തോടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതടക്കം സീതാറാം യെച്ചൂരി കേരളത്തിന് പ്രിയങ്കരനാകുന്നു. അതിനുശേഷം അത് VS നയിച്ച തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ പ്രഖ്യാപിക്കുന്ന ആ യോഗമൊക്കെ വലിയ രാഷ്ട്രീയ മെയ്വഴക്കം വന്ന, വലിയ സൗഹൃദം സാധ്യമാകുന്ന, ഒരാൾക്ക് മാത്രം വലിയ പൊട്ടിത്തെറിയില്ലാതെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു യോഗമൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. VS കേരളത്തിലെ കാസ്ട്രോ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പ്രഖ്യാപിക്കുന്ന സീതാറാം യെച്ചൂരിയുടെ ആ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിനുശേഷം VS രാഷ്ട്രീയ അനാഥമായി പോകാതിരിക്കാൻ, അല്ലെങ്കിൽ VS അപ്രസക്തനായി പോകാതിരിക്കാൻ സീതാറാം യെച്ചൂരി ഇടപെട്ടുകൊണ്ട് VS-ന് ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അവിടെ മാത്രമല്ല, VS പിണറായി തർക്കത്തിൽ മാത്രമല്ല, അങ്ങനെ സങ്കീർണമായ ഏത് വിഷയങ്ങളെയും, അങ്ങനെ സങ്കീർണമായ ഏത് രാഷ്ട്രീയ സമസ്യകളെയും വളരെ ലളിതമായി പരിഹരിക്കാൻ കഴിയുന്ന നേതാവ് ആയതുകൊണ്ടുകൂടാണ് സീതാറാം യെച്ചൂരിയുടെ വിടവ്. അത് ഇന്ത്യൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും പ്രത്യേകിച്ച് CPM-ന് ഉണ്ടാക്കുന്ന ഒരു വിടവ് ചെറുതല്ല എന്ന് പറയുന്നത്. അതിന് ആ വിഷയങ്ങളെ ആ രീതിയിൽ പരിഹരിക്കാൻ, ഒരുപക്ഷെ സ്ഫോടനാത്മകമായി നിൽക്കുന്ന സാഹചര്യങ്ങളെ ആ രീതിയിൽ സമീപിക്കാനും ആ രീതിയിൽ വളരെ ലളിതമായി ഒരു ചീറ്റിൽ പോലും ഇല്ലാതെ പരിഹരിക്കാനും കഴിയണമെങ്കിൽ ഈ പറയുന്ന വ്യക്തിബന്ധം അത്രത്തോളം ആഴത്തിൽ വ്യക്തിബന്ധം ഉണ്ടാകണം. പറയുന്ന കാര്യങ്ങളിൽ സ്വയം കൺവിക്ഷൻ ഉണ്ടാകണം. അത് പറയുന്ന ആൾക്ക് ആ അർത്ഥത്തിൽ മനസ്സിലാവണം. അതൊരു പാർട്ടിക്ക് മുഴുവൻ മനസ്സിലാവണം, സംവിധാനത്തിന് മനസ്സിലാവണം. അത് ലളിതമായി പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുന്ന എല്ലാ നേതാക്കൾക്കും പറ്റിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഒരു ലീഡർ എന്ന് വിളിക്കാൻ കഴിയുന്ന സീതാറാം യെച്ചൂരി. അദ്ദേഹം ഒരിക്കൽ പക്ഷേ അധികാരത്തിന്റെ വഴിയിലേക്ക് വന്നിരുന്നില്ല, ഏതെങ്കിലും പാർലമെന്ററി അധികാരത്തിന്റെ വഴിയിലേക്ക് വന്നിരുന്നില്ല. സീതാറാം യെച്ചൂരി എപ്പോഴും ഒരു അലസതയുടെ സൗന്ദര്യം കൂടി കൊണ്ടുവരുന്ന ആളാണ് എന്ന് ഉറപ്പായും അദ്ദേഹത്തെ നേരിട്ടറിയാവുന്നവരൊക്കെയും പറയും. ഒരു അലസതയുടെ സൗന്ദര്യം അതിലുണ്ട്. ഒരു ചെറിയ അരാജകത്വത്തിൻ്റെ സൗന്ദര്യം അദ്ദേഹത്തിൻ്റെ നടപ്പിലും ഇരിപ്പിലും ഭാവത്തിലും സംസാരത്തിലും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ചില യോഗങ്ങളിലേക്കുള്ള വൈകി വരലുകളിലുണ്ട്. ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ പോലും ഈ പറയുന്ന യോഗത്തിലേക്ക് വൈകി വരുന്ന സീതാറാം യെച്ചൂരി എന്ന് പറയുമ്പോൾ പോലും ഒരുപക്ഷെ പ്രകാശ് കാരാട്ട് ഒരു യോഗത്തിലേക്ക് എത്തുമ്പോൾ കൃത്യം 1 മണിക്കൂർ മുമ്പ് ആ യോഗത്തിൽ ഷാർപ്പായി പഞ്ച്വാലിറ്റിയോടുകൂടി ഹാജരാകുമ്പോൾ ആ യോഗത്തിലേക്ക് ചിലപ്പോൾ സീതാറാം യെച്ചൂരി കുറച്ച് വൈകിയാണ് വരുന്നത് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ അലസത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിൽ കടുകിട പോലും ഏതെങ്കിലും തരത്തിൽ വെള്ളം ചേർക്കാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരത്തിൻ്റെ വഴിയിലേക്ക് എത്തുമ്പോഴേക്കും പ്രത്യയശാസ്ത്രം മയപ്പെടുത്താമെന്ന് വിചാരിക്കാതെ, പ്രത്യയശാസ്ത്രത്തിൽ മുറുകെ പിടിക്കുമ്പോൾ തന്നെ പ്രവർത്തന വഴിയിൽ ആ പ്രത്യയശാസ്ത്രത്തെ കൂടെ കൊണ്ടുപോകാൻ കഴിയുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. പുതിയ കാല രാഷ്ട്രീയ സാഹചര്യത്തിൽ അധികാരത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മൂല്യച്ചോർച്ചയും സത്താച്ചോർച്ചയും ഒക്കെ നമ്മൾ കാണുന്ന രാഷ്ട്രീയ സന്ദർഭങ്ങൾ ഒക്കെ ഇപ്പോഴുണ്ട്. അക്കാലത്ത് സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ആശയ തലപ്പക്കമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വിടവാങ്ങൽ ഇന്ത്യൻ ഇടതുപക്ഷത്തിനുണ്ടാക്കുന്ന നഷ്ടം അത് ചെറുതേയല്ല. അശോക റോഡിൽ അവിടുന്ന് AKG ഭവനിൽ നിന്നും 14 അശോക റോഡിലേക്കുള്ള യാത്ര. 14 അശോക റോഡ് എന്ന് പറയുന്നത് ഇവിടെ 92 വരെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാലയളവിൽ 32-ാം വയസ്സിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയ സീതാറാം
യെച്ചൂരിയുടെ രാഷ്ട്രീയ കാലയളവിൽ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ ശരാശരി പ്രായം 70 വയസ്സൊക്കെയാണ്. പ്രജിൻ ആ സമയത്താണ് കേവലം 32ാമത്തെ വയസ്സിൽ JNU എന്ന് പറയുന്ന ഒരു ക്യാമ്പസിൽ നിന്ന് ഇന്ദിരാഗാന്ധിയോട് നേർക്കുനേർ മുട്ടി രാജ്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക് മുഴുവൻ വന്ന് ഇതാരാണ് ഈ ചെറുപ്പക്കാരൻ എന്ന് രാജ്യത്തെ മാധ്യമങ്ങൾ ചോദിച്ചു തുടങ്ങിയ ആ സമയത്ത് കേവലം 32ാമത്തെ വയസ്സിൽ 25ാമത്തെ വയസ്സിലാണ് ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ നിവർന്നു നിന്നുകൊണ്ട് ഈ കുറ്റപത്രം വായിച്ചു കേട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറയുന്നത്. ആ രീതിയിൽ 22ാം വയസ്സ് തൊട്ട് SFIയിലൂടെ CPM-നൊപ്പം ചേർന്ന ഒരു നേതാവ്, പിന്നീട് 32ാം വയസ്സിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ ഒരു നേതാവ്, 2015 മുതൽ CPM-നെ മുന്നോട്ട് നയിക്കുന്ന ജനറൽ സെക്രട്ടറി, ആ രീതിയിലൊക്കെ എത്തിയ ഒരു നേതാവ് കൃത്യമായി പാർട്ടിക്കൊരു ദിശയുണ്ടാക്കിയാണ് ഈ വിടവാങ്ങൽ. എങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിടവാണ്, ഒരു വലിയ നഷ്ടമാണ് ആ പാർട്ടിക്കുണ്ടാക്കിയിരിക്കുന്നത്. സീതാറാം യെച്ചൂരിയുടെ ഭൗതികദേഹം അല്പസമയത്തിനകം ഡൽഹി എയിംസിന് വിട്ടു നൽകും. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഡൽഹിയിൽ നിന്ന്.